കുരിശുമരണത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സത്യമറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഈ ഒരു സമയം ഒരു ചരിത്ര സംഭവം എന്ന് വെച്ചാൽ 2004 ഫെബ്രുവരി മാസം 25-ാം തീയതി ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ഒരു സിനിമ ലോക ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, പീഡാസഹനങ്ങള്, അല്ലെങ്കിൽ ആ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വേദനയുടെ മുഹൂർത്തങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് ആ തീവ്രവേദനയുടെ, യേശുക്രിസ്തു അനുഭവിച്ച തീവ്രവേദനയുടെ അതിസങ്കീർണമായ ആ രംഗങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ചുകൊണ്ട് ലോക ചരിത്രത്തെ തന്നെ ഞെട്ടിച്ച് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അഥവാ ആ പീഡാസഹനത്തിൻ്റെ മണിക്കൂറുകൾ ജനഹൃദയത്തിൻ്റെ മനസ്സുകളിലേക്ക് കടന്നു വരികയാണ്. ഹൃദയം പൊട്ടി ഒത്തിരിയേറെ പേര് കരയുകയും, എന്നാൽ ആ കരച്ചിലിന് അധികം ആയുസ്സൊന്നുമില്ലാതെ ജനം കേവലം ഒരു സിനിമ കണ്ട് കടന്നു പോകുന്നത് പോലെ കടന്നു പോവുകയും ചെയ്തു. ഏകദേശം $612 മില്യൺ കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിലും ഈ സിനിമ ഒരു ചരിത്രമായി. എന്നാൽ അതിനപ്പുറമായി ഒരു വലിയ, അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുക. അതിൽ യേശുക്രിസ്തുവായി അഭിനയിച്ച ജിം കവിസേൽ എന്ന് പറയുന്ന വ്യക്തി, ബറാബാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇറ്റലിക്കാരനായ പെഡ്രോ സെറൂബി, ഈ രണ്ടു പേരെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ സമയത്ത് മെൽ ഗിബ്സൺ ഈ സെറൂബി എന്ന ഇറ്റാലിയൻ നാടക നടനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുകയും, എന്നാൽ തൻ്റെ റോൾ എന്തെന്നറിയാതെ ഈ പിയട്രോ സെറൂബി ഈ ഒരു ചിത്രീകരണത്തിനായി കടന്നു ചെല്ലുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പത്രൂസ് എന്ന കഥാപാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ മെൽ ഗിബ്സൺ ഈ പിയട്രോ സെറൂബിക്ക് കൊടുത്തത് ഒരു സംഭാഷണം പോലുമില്ലാത്ത, ഒരു ഡയലോഗ് പോലുമില്ലാത്ത ബറാബാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ റോളായിരുന്നു ഈ പിയട്രോ സെറൂബിക്കായി കാസ്റ്റ് ചെയ്തിരുന്നത്. യേശുക്രിസ്തുവിന്റെ വിചാരണ നേരിടുന്ന ഒരു സമയത്ത് പീലാത്തോസിന്റെ അരമനയുടെ മുമ്പിൽ അടിച്ച് പൊളിച്ച് ശരീരവുമായി, രക്തമൊലിക്കുന്ന ശരീരവുമായി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ മുൻപിലൂടെ, കാരണം ഈ ഒരു പ്രത്യേകമായ തിരുനാളിന്റെ സമയത്ത് ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നതിനാൽ പീലാത്തോസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആരെയാണ് വിട്ടുതരേണ്ടത്, ബറാബാസിനെയോ അതോ യേശുക്രിസ്തുവിനെയോ എന്ന ആ ഒരു ചോദ്യത്തിന്റെ നടുവിൽ ജനമട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞു, ബറാബാസിനെ വിട്ടുതരിക, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക. ഈ ഒരു സീൻ ചിത്രീകരിക്കുന്ന ഒരു സമയത്ത് ചങ്ങലകളാൽ ബന്ധിതനായി ഈ ബറാബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു വരികയും
യേശുക്രിസ്തുവായി അഭിനയിക്കുന്ന ജിം കവിസേലിന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു നിമിഷത്തെ ഒരു എന്താ പറയുന്നത് ഒരു രംഗം. ഈ സമയം ഷൂട്ടിംഗ് തുടങ്ങി. യേശുക്രിസ്തുവായി അഭിനയിക്കുന്ന ജിം കവിയേല് താഴെ നിൽക്കുന്നു. ഈ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ഈ ചങ്ങലകളാൽ ബന്ധിതനായി ബറാബാസായി അഭിനയിക്കുന്ന പെഡ്രോ സെറൂബി കടന്നു വരികയാണ്. ആ ഒരു രംഗം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജിം കവിയേലിന്റെ, അതായത് യേശുക്രിസ്തുവായി അഭിനയിക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിലേക്ക് ഈ പെഡ്രോ സെറൂബി ഒന്ന് നോക്കുകയും അദ്ദേഹത്തിന്റെ യേശുക്രിസ്തുവായി അഭിനയിക്കുന്ന വ്യക്തിയുടെ കണ്ണിൽ കണ്ട ഒരു തീക്കനൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവായി അഭിനയിച്ച വ്യക്തിയുടെ കണ്ണുകളിൽ കണ്ട ഒരു തീപ്പൊരി അഥവാ തീക്കനൽ ബറാബാസായി അഭിനയിച്ച വ്യക്തിയുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കൊളുത്തിടുകയും എന്താ പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിലൂടെ ഈ വ്യക്തി കടന്നു പോവുകയും ചെയ്തു. ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇദ്ദേഹം തിരികെ ഇറ്റലിയിലേക്ക് എത്തി. ഇദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥതയായി. കാരണം ക്രിസ്തുവായി അഭിനയിച്ച വ്യക്തിയുടെ കണ്ണുകളിൽ കണ്ട തീക്കനൽ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയാണ്. പിന്നീട് ഒരു സാധാരണ കത്തോലിക്ക വിശ്വാസിയായി കടന്നു പോയിരുന്ന വ്യക്തിയുടെ ജീവിതം മാറിമറിയുകയും അദ്ദേഹം എന്താ പറയുക ഒരു വിശ്വാസിയായി ആത്മീകമായി ഒരു ഉണർവുണ്ടാകുന്ന വിധത്തില് ജിം കവിയേൽ എന്ന വ്യക്തിയുടെ കണ്ണുകളിൽ കണ്ട തീപ്പൊരി അല്ലെങ്കിൽ ആ നോട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി ഇദ്ദേഹത്തിന്റെ അകത്ത് ഒരു ആത്മീയമായ ഉണർവുണ്ടാകുകയും എന്താ പറയുക ഒരു വിശ്വാസിയായി ഇദ്ദേഹത്തിന്റെ ജീവിതം മറിയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു ബുക്ക് എഴുതി, ബറാബാസ് ടു ജീസസ്, ഒരു ലൈഫ് ചേഞ്ചിങ് എൻകൗണ്ടർ എന്ന തലത്തില് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം അദ്ദേഹം ഒരു പുസ്തകമായി രചിക്കുകയും അത് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ കണ്ണുകളിൽ കണ്ട സ്നേഹവും കരുണയും ഒക്കെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണിൽ കണ്ട തീപ്പൊരി എന്ന അകത്ത് യേശുക്രിസ്തുവായി അഭിനയിച്ച വ്യക്തിയുടെ കണ്ണുകളിൽ കണ്ട തീപ്പൊരി സെറൂബിയുടെ അകത്ത് ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവരികയാണ്. സാധാരണ കത്തോലിക്ക വിശ്വാസിയായിരുന്ന വ്യക്തി ആത്മീയമായി ഉണർന്ന് എന്താ പറയുന്നത് ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനും എന്താ പറയുക തൻ്റെ ഫോക്കസ് മാറി യേശുക്രിസ്തുവിലേക്ക് തൻ്റെ ജീവിതം വിട്ടുകൊടുക്കുകയും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിത അനുഭവം തൻ്റെ ടെസ്റ്റിമണി പറയുകയും ചെയ്ത് അനേകരെ ക്രിസ്തുവിലേക്ക് ചേർത്തു പിടിക്കുന്ന ഒരു വലിയ ആത്മീയതയുടെ തലം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന് എന്താ പറയുക ശക്തമായി ഇടപെടാൻ കഴിയും. ഏതു നിമിഷവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്നും ഹൃദയത്തെ മാറ്റിമറിക്കുവാൻ കരുത്തുള്ള വ്യക്തിത്വമാണ് യേശുക്രിസ്തുവെന്നും ആ യേശുക്രിസ്തുവിനെ അറിയുവാനുള്ള എന്താ പറയുക അടങ്ങാത്ത ദാഹം ആ വ്യക്തിയെ ആത്മീയമായി ഇന്ന് ഉണർവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്തിനാണ് യേശുക്രിസ്തു കുരിശുമരണത്തിലൂടെ കടന്നു പോയത്? ഇത് ഒരു സെറൂബിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമല്ല. ലോക ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിക്കുവാൻ കരുത്തുള്ള നസ്രായനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ അകത്തു നിലനിൽക്കുന്ന ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് ജീവിതം മാറ്റിമറിച്ച് നിത്യതയുടെ തീരത്തിലേക്ക് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഇന്ന് ഈ വിളിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ജീവിതം മാറുവാൻ നമുക്ക് സാധിച്ചാൽ അനുഗ്രഹത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ബൈബിളിലേക്ക് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്മോസിന്റെ ഏകാന്തതയിൽ ഇരുന്ന് യേശുക്രിസ്തുവിന്റെ എന്താ പറയുക ആ ഒരു ദിവ്യത്വം അല്ലെങ്കിൽ ആ ഡിവിനിറ്റി അതായത് ക്രിസ്തുവിനെ കൂട്ടിമുട്ടിയ യോഹന്നാൻ ശ്ലീഹ പത്മോസിൽ ഇരുന്ന് എഴുതിയ വെളിപ്പാട് പുസ്തകം,
അതിന്റെ 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കുവാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും, ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും, ഭാഷയിലും, ജനതകളിലും, രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അവൻ എന്താ പറയുന്നത്? വധിക്കപ്പെട്ടു. യേശുക്രിസ്തു വധിക്കപ്പെട്ടു. യേശുക്രിസ്തു കുരിശിൽ തറച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അതെന്താണ് അവിടെ സംഭവിച്ചത്? യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ എല്ലാ ഗോത്രങ്ങളിലും, ഭാഷകളിലും, ജനതകളിലും, രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യേശുക്രിസ്തു ദൈവത്തിന് വേണ്ടി തന്റെ രക്തം മറുവിലയായി കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയെന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ഗോത്രം, ഭാഷ, രാജ്യം, ജനത, ഇതിൽ പെടാത്തതായി ഒരാള് പോലും ഈ ലോക ചരിത്രത്തിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് കടക്കുവാനുള്ള യോഗ്യത എന്ന് പറയുക നമ്മൾ മുമ്പ് കേട്ടതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന വിരി കീറുകയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് മനോധൈര്യം ഉണ്ട്. അവൻ നമുക്കായി ഒരു പുതിയ പാത തുറന്നു തന്നു. അത് നവീനമാണ്, അത് സജീവമാണ് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ 19-20 വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിലയെന്ന് പറയുക. നമ്മുടെ വിലയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്. അതിന് മൂല്യം കൽപ്പിക്കുവാൻ നമുക്കാവതില്ല. കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങി, ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി, രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ മാറ്റി എന്നാണ് ബൈബിള് വ്യക്തമാക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് പാപമോചനം നേടിത്തരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്. അവിടുന്ന് പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. അടിസ്ഥാനപരമായി യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. അതിന് കുരിശു മരണം കൂടാതെ, രക്തം ചിന്താതെ ഒരു പാപമോചനത്തിന്റെ സാധ്യത ഇല്ലാതിരുന്നതിനാൽ സ്വർഗത്തിലെ ദൈവം, ത്രിയേക ദൈവം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുകയാണ് സകല മാനവരാശിയുടെയും പാപത്തിന്റെ വിമോചനം സാധ്യമാക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിച്ചാൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലെ ഒരു വലിയ സത്യമാണ്. ഈ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലേവ്യരുടെ പുസ്തകം 17:11 ഇങ്ങനെയാണ് വചനം പറയുക: എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ഹല്ലേലൂയ. അത് ബലിപീഠത്തിന്റെ മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യുവാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, ശരീരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. പഴയ നിയമത്തിൽ പാപപരിഹാരം അങ്ങനെയാണ്. എന്താ പറയുന്നത്? ബലിപീഠത്തിൽ മഹാപുരോഹിതൻ രക്തമാണ് പാപപരിഹാരത്തിനായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് രക്തം ചിന്താതെ പാപമോചനം ഇല്ല എന്ന വചനത്തെ മാറ്റിവെച്ചുകൊണ്ട് പാപത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് സാധ്യമാകുമായിരുന്നില്ല. എബ്രായ ലേഖനം 9:22
ഇങ്ങനെ പറയുന്നുണ്ട്, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപമോചനത്തിന് രക്തം ചിന്തണമെന്നുള്ളത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ദൈവത്തിന് പോലും സാധ്യമാകാത്തത് കൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനെ, ആത്മാവായ ദൈവത്തിന് രക്തമില്ല, അല്പം രക്തം ചിന്തി പാപമോചനം സാധ്യമാക്കുവാൻ മറിയത്തിന്റെ ഉദരത്തിലേക്ക് കടന്നു വന്ന് എത്രത്തോളം ചെറുതായി ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപമെടുത്തുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ദാസനെ പോലെ കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി അനുസരണയുള്ളവനായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ വീണ്ടെടുക്കുവാൻ യേശു തന്റെ രക്തം കാൽവരിയിൽ ചിന്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, അതിന്റെ 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യം നമ്മളൊന്ന് പഠിച്ചാൽ വളരെ കൃത്യമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നത് സ്വർണമല്ല, വെള്ളിയല്ല, അത് യേശുക്രിസ്തുവിന്റെ രക്തം മൂലമാണ് എന്നാണ് പഠിപ്പിക്കുക. കറയില്ലാത്ത, കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശുക്രിസ്തുവിന്റെ രക്തമാണ് പിതാക്കന്മാരിലൂടെ പോലും നമുക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നത് എന്ന് വചനം വ്യക്തമാക്കുന്നു. അവിടെ സ്വർണത്തിന് വിലയില്ല, വെള്ളിക്ക് വിലയില്ല, വിലയുള്ളത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അവിടെ കളങ്കമില്ല, കള്ളമില്ല, പാപമില്ല, ഒന്നുമില്ലാത്ത നിഷ്കളങ്കമായ യേശുക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണെന്ന് പത്രോസ് വെളിപ്പെടുത്തുന്നു. ഈ ലോകത്തുള്ള ഒരു ശക്തിയുമല്ല പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മളെ പാപത്തിന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്, അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ ജീവനുണ്ട്. യേശു ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവൻ നമുക്ക് തിരികെ ലഭിക്കുകയാണ്. ഇതൊന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്ക് പഴയ നിയമത്തിലേക്കൊന്ന് കടന്നു പോകണം. അതായത് ഈജിപ്ത് ആകുന്ന അല്ലെങ്കിൽ ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുകയാണ്. അതിന് ദൈവം മോശയെ തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. മോശയെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തില് അബ്രഹാം ദൈവവുമായി ഉടമ്പടി ചെയ്യുകയാണ്. അവിടെ ഒരു രക്ത ഉടമ്പടി അബ്രഹാമും ദൈവവുമായി ചെയ്യുമ്പോൾ ആ ഉടമ്പടി അറുക്കപ്പെട്ടിരിക്കുന്ന ബലിമൃഗത്തിന്റെ ആ ഒലിക്കുന്ന ആ ബലിമൃഗത്തിന്റെ ആ അടുത്തൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കടന്നു വരുന്നത് മറ്റാരുമല്ല, നസ്രായനായ യേശുക്രിസ്തുവാണ്. നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ഒരു കടന്നുവരവ് അവിടെ വരികയാണ്. രക്തം ചിന്തി അബ്രഹാമുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അവിടെ പറയുകയാണ്, നിന്റെ സന്തതി പരമ്പര 400 വർഷം അടിമത്വത്തിലൂടെ കടന്നു പോകും, അവരറിയാത്ത ജനതകൾ അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം പറയുകയാണ്. അവിടെ നിന്ന് ദൈവം പറഞ്ഞു, പിന്നീട് അവര് 430 വർഷത്തിന് ശേഷം ഒരു വീണ്ടെടുപ്പുണ്ടാകും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 400 വർഷത്തെ അടിമത്വത്തിന് ശേഷം, അതായത് ഉൽപ്പത്തി 50 അധ്യായത്തിൽ അവസാനിക്കുമ്പോ അവിടെ ജോസഫിന്റെ മരണത്തിന് ശേഷം ഉൽപ്പത്തി അവസാനിക്കുകയാണ്. പിന്നീട് പുറപ്പാട് അനുഭവം തുടങ്ങുമ്പോൾ അവിടെ ഒരു 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട് അവരുടെ കഷ്ടതയും വേദനയും തിരിച്ചറിഞ്ഞ് ദൈവം മോശയെ വിളിച്ച് തന്റെ പദ്ധതിക്കായി മോശയെ ദൈവം ഒരുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിച്ച് മുന്നോട്ടു പോകുവാൻ ഒരുങ്ങുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, പെസഹ ആചരിക്കണം. വളരെ ശ്രദ്ധിക്കുക. അടിമത്വത്തിൽ നിന്നും ദൈവം വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കുള്ള യാത്രയ്ക്ക്
ഇസ്രായേൽ ജനം ഒരുങ്ങുന്നതിന് മുമ്പ് ദൈവം മോശയെ വിളിച്ചു, അഹരോനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു പെസഹ ആചരിക്കണം. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ പറ്റും, കർത്താവായ ദൈവം മോശയെയും അഹരോനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. 2, ഈ മാസത്തിന്റെ 10-ാമത്തെ ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. പിന്നെ പറയുകയാണ്, ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി, 1 വയസ്സുള്ള ആട്ടിൻകുട്ടി, അത് ഊനമറ്റതായിരിക്കണം, മുട്ടാടിന്റെ വർഗത്തിലുള്ളതായിരിക്കണം. പിന്നീട് പറഞ്ഞു അത് സന്ധ്യയ്ക്ക് അതിനെ കൊല്ലണം, മുട്ടാടിന്റെ വർഗത്തിൽ നിന്നും അതിനെ തിരഞ്ഞെടുക്കണം. ഒരു കുഞ്ഞാടിന്റെ ബലിയർപ്പണത്തിലൂടെ ഈജിപ്റ്റാകുന്ന അല്ലെങ്കിൽ ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഇസ്രായേൽ ജനം ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പെസഹ ആചരിച്ച ജനത്തിന്റെ കൂടെ നിന്ന ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ഓരോ കടിഞ്ഞൂൽ പുത്രനും ഓരോ കടിഞ്ഞൂൽ കുഞ്ഞും മരിക്കാതെ പരിപാലിച്ചതായി ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവിടെ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തം പെസഹ ആചരിച്ച ജനം അത് കട്ടിളക്കാലിലും മികൾപ്പൊടിയിലും എന്താ പറയുക, ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് പെസഹ അപ്പം ഭക്ഷിച്ച ജനം അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കുകയാണ്. തോൾമുണ്ടിൽ കുഴച്ച മാവ് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ പൊതിഞ്ഞ് അവരിറങ്ങിത്തിരിക്കുന്നതായി നമുക്ക് 12-ാം അധ്യായം പുറപ്പാടിൽ കാണുവാൻ പറ്റും. അവർ പോകുന്ന വഴിയില് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചതായും ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ ഇസ്രായേൽ ജനം എന്താ പറയാ മുമ്പോട്ട് കടന്നു പോവുകയാണ്. അവര് കടന്നു പോകുന്ന മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്ത് അവരെത്തിച്ചേരുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരോട് പുറപ്പെട്ടു പൊയ്ക്കൊള്ളുവാൻ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് പൊയ്ക്കൊള്ളുവാൻ നിർദ്ദേശം കൊടുത്ത ഫറവോ പെട്ടെന്ന് തന്നെ മനസ്സ് തിരിഞ്ഞ് എന്താ പറയുന്നത്, ഈ ജനത്തെ തിരികെ കൊണ്ടുവരുവാൻ തന്റെ സൈന്യത്തെ അയക്കുകയാണ്. മുമ്പിൽ ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനം, പിറകോട്ട് നോക്കിയാൽ വീണ്ടും ശത്രു സൈന്യം അഥവാ ഫറവോയുടെ സൈന്യം. പകച്ചു നിന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പില് ദൈവം മോശയോട് പറഞ്ഞു, മോശയുടെ കണ്ണുനീരിന് മുമ്പില് കരച്ചിലിന് മുമ്പില് മോശയോട് ദൈവം പറഞ്ഞു, നീ എന്തിനാണ് കരയുക? നിന്റെ കയ്യിലുള്ള വടി എടുത്ത് കടലിന് നേരെ നീട്ടുവാൻ ദൈവം മോശയോട് പറയുകയാണ്. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വടി ഇസ്രായേൽ ജനത്തെ മുമ്പിൽ നിന്ന് പടനയിച്ച ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ വടി ചെങ്കടലിന് നേരെ നീട്ടുക. പ്രിയപ്പെട്ടവരെ, വടിയെടുത്തു ചെങ്കടലിന് നേരെ മോശ നീട്ടുകയും ചെങ്കടൽ അവിടെ വിഭജിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കടലിന്റെ പേര് ചെങ്കടൽ എന്ന് വെച്ചാൽ റെഡ് സീ. ഹല്ലേലൂയ. ആ കടലിന്റെ കളർ അല്ലെ ആ വെള്ളത്തിന്റെ കളർ എന്ന് പറയുക ചുമപ്പാണ്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ ആത്മീയ സത്യം എന്ന് പറയുക, ഈ കടലിലെ വെള്ളത്തിന്റെ കളർ എന്ന് പറയുക ചുമപ്പാണെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ വരാനിരിക്കുന്ന കുരിശുമരണത്തിന്റെ നിഴലായ യേശുവിന്റെ രക്തത്തിന്റെ നിഴലാണ്. ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഒരു വലിയ അനുഗ്രഹം ഇസ്രായേൽ ജനം അനുഭവിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിഴൽ. നിങ്ങൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ ഒന്ന് എടുത്തു വായിച്ചാൽ, മോശ കടലിനു നേരെ കൈനീട്ടി. കടലിന് നേരെ കൈ നീട്ടുന്ന മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റ് അയച്ചുവെന്നും ആ കാറ്റ് കടലിനെ പുറകോട്ടു മാറ്റി. കടൽ ഒരു വരണ്ട ഭൂമിയാക്കി മാറ്റി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം ഉണങ്ങിയ കടലിന് നടുവെ, അതായത് കടലിന്റെ നടുവില് ഉണങ്ങിയ മണ്ണിലൂടെ അവർ നടക്കുകയും അവരുടെ വലത്തും ഇടത്തും എന്താ പറയുന്നത്, വെള്ളം ഇങ്ങനെ മതില് പോലെ ഉയർന്ന് പൊങ്ങി നിന്നതായി വചനം വ്യക്തമാക്കുകയാണ്.
ചെങ്കടൽ എന്ന് പറയുക യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിഴലായിരുന്നു. പാത തുറന്നു എന്ന് പറയുമ്പോൾ കടലിന്റെ നടുവിലൂടെ ഒരു പാത തുറന്നു. അവര് ഈജിപ്താകുന്ന അടിമത്വത്തിൽ നിന്നും ഒരു പുതിയ പാത അവർക്കായി തുറന്ന് അക്കരെ കിടക്കുമ്പോൾ അവർ കടന്നു ചെല്ലുന്നത് കനാൻ ദേശം, അതായത് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് ഈ ജനം കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. അക്കരെ അവര് കയറിയപ്പോൾ വാഗ്ദത്ത ദേശമായ ഇസ്രായേലിലേക്ക് അവർ കടക്കുകയാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ എന്താ പറയുന്നത്, കുരിശുമരണത്തിന്റെ നിഴലായി ദൈവം പദ്ധതി ഒരുക്കി. ഒരു രഹസ്യവും നിഗൂഢവുമായ ദൈവിക പദ്ധതി അവിടെ ഒരുക്കുമ്പം മോശയുടെ കയ്യിലിരുന്ന വടി എന്ന് പറയുക അതൊരു സാധാ വടിയല്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കാൽവരിയുടെ നെറുകയില് കുരിശുമരണത്തിന്റെ നിഴലായി യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ കുരിശിന്റെ നിഴലായി മോശയുടെ കയ്യിൽ എന്താ പറയുന്നത്, ഒരു വടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ബലിയർപ്പിച്ചത് വെറുമൊരു കുഞ്ഞാടല്ല. അവര് പെസഹ ആചരിച്ച കുഞ്ഞാടെന്ന് പറയുക അതാണ് യോഹന്നാൻ ശ്ലീഹ വിളിച്ചു പറഞ്ഞ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞാടെന്ന് പറയുക പുതിയ നിയമത്തിൽ പാപപരിഹാര ബലിയായി അർപ്പിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ചരിത്രത്തിൽ പെസഹ ആചരിച്ച് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുശേഷം 1500 വർഷങ്ങൾക്ക് ശേഷം യഹൂദ കലണ്ടർ പ്രകാരം യേശുക്രിസ്തു കാൽവരിയില് തന്റെ ജീവൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു ഓരോ കുടുംബത്തലവനും ഓരോ കുഞ്ഞാട് വേണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു കുഞ്ഞാട് വേണം. അത് മറ്റാരുമല്ല, അത് നസ്രായനായ യേശുക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയണം. ആണായാലും പെണ്ണായാലും ഇനി അഥവാ ഷണ്ണനായാലും പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. 1 വയസ്സുള്ള കുഞ്ഞാട് അഥവാ ആട്ടിൻകുട്ടി സന്ധ്യയ്ക്ക് കൊല്ലണം, മുട്ടാടിന്റെ വർഗത്തിൽ നിന്ന്. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ പരിപൂർണതയെയാണ് സൂചിപ്പിക്കുക. കറയില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം അത് 2 കട്ടിളക്കാലിലും മികൾപ്പടിയിലും തളിക്കുവാൻ ദൈവം പറഞ്ഞപ്പോ അടിപ്പടിയിൽ തളിക്കുവാൻ പറഞ്ഞില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ രക്തം അടിപ്പടിയിൽ തളിച്ച് ചവിട്ടി അശുദ്ധമാക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിഴലായി കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം അശുദ്ധമാകുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അവിടെ കട്ടിളക്കാലിലും മികൾപ്പടിയിലും ഈ കുഞ്ഞാടിന്റെ രക്തം തളിച്ചപ്പോ 10ാമത്തെ മഹാമാരിയായി സംഹാരദൂതൻ ഈജിപ്തില് ആഞ്ഞടിച്ചപ്പോൾ ഒരൊറ്റ ഇസ്രായേൽ ജനത്തിന്റെ ആദ്യജാതന്മാരും കൊല്ലപ്പെട്ടില്ല. എന്നാൽ തിരിച്ചറിയണം, ഈ ഇസ്രായേൽ ജനം ചെയ്യുന്നത് കണ്ട് ഈജിപ്തിലെ എന്താ പറയാ പല കുടുംബങ്ങളും ഇതുപോലെ കുഞ്ഞാടിനെ കരുതി വെക്കുകയും അവര് സന്ധ്യയ്ക്ക് ഈ കുഞ്ഞാടിനെ അറുക്കുകയും ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ കട്ടിളക്കാലിലും മികൾപ്പടിയിലും ഇസ്രായേൽ ജനം ചെയ്തതുപോലെ അവര് ചെയ്തപ്പോ ഒരൊറ്റ ഈജിപ്തിലെ ഫറവോയുടെ നാട്ടിലെ ജനത്തിൽ പോലും സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ നഷ്ടമാകാതെ രക്ഷപ്പെട്ട ചരിത്രമുണ്ട്. ഈ ഇസ്രായേൽ ജനം പെസഹ ആചരിച്ച് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ കൂടെ ഈജിപ്തിൽ നിന്നും ജനവും ഇറങ്ങിത്തിരിച്ചതായും ചരിത്രം വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോ സെന്റ് പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു രോഗം വന്നാലോ ഒരു വേദന വന്നാലോ ഒരു തകർച്ച വന്നാലോ നാം ആശ്രയിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ്. ഹല്ലേലൂയ. ഇത് ദൈവം കാത്തുവെച്ച രഹസ്യമാണ്. ഇത് നിഗൂഢതയിൽ ദൈവം ഒരുക്കി വെച്ച ഒരു രഹസ്യമാണ്. ഇത് തിരിച്ചറിയുന്നിടത്ത് ജീവിതം മാറിമറിയും. കാരണം സങ്കീർത്തനം നിങ്ങൾ എടുത്താല് പഴയ നിയമത്തില് 22-ാം അധ്യായം 1-ാമത്തെ വാക്യം ദാവീദ് ഇങ്ങനെ പാടുകയാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് എഴുതി വെച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശു മരണം നടക്കുന്ന സമയത്ത് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് നിലവിളിച്ച ആ ഒരു
ഏലി ഏലി ലമ്മാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് കുരിശുമരത്തിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു നിലവിളിച്ചത് ഹല്ലേലൂയ ദാവീദ് എഴുതി വെച്ചു. ഹല്ലേലൂയ കാൽവരിയിലെ കുരിശിൽ ദാവീദ് സങ്കീർത്തനം 22:1 പാടിയ അതേ കാര്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു വിളിച്ചു പറയുകയാണ്, ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു, നീ എന്നെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 22-14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാല് കാൽവരിയില് നടക്കുന്നത് കാര്യം ദാവീദ് 1000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഹല്ലേലൂയ. സങ്കീർത്തനം 22-16, 17, 18 വാക്യങ്ങൾ അതിങ്ങനെയാണ് പറയുക: നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. ഓർക്കുക, കാൽവരിയിൽ കുരിശുമരണം നടക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് എഴുതി വെച്ചു, എന്റെ കൈകാലുകൾ അവർ കുത്തിത്തുളച്ചു, എന്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി, അവരെന്നെ തുറിച്ചു നോക്കുന്നു. എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, അവർ എന്നെ തുറിച്ചു നോക്കുന്നു. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എന്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ അങ്കിക്കായി പടയാളികൾ നറുക്കിടുന്ന സംഭവം കാലങ്ങൾക്ക് മുമ്പേ ദാവീദ് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇത് ദൈവം കാത്തുവെച്ച പദ്ധതി എന്ന് തിരിച്ചറിയുക. ഉൽപ്പത്തി 22 കുരിശുമരണത്തിന്റെ ഒരു റിഹേഴ്സൽ അവിടെ നടക്കുന്നുണ്ട്. മോറിയ മലയില് അബ്രഹാം, ഇസഹാക്ക് എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കടന്നു പോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 29 ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇങ്ങനെയാണ് എബ്രായ ലേഖനം എഴുതി വെക്കുക. യേശുക്രിസ്തുവിനെ പുച്ഛിച്ചു തള്ളിയാൽ, അതും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ, യേശുക്രിസ്തുവിന്റെ തിരിച്ചോരത്തുള്ളികളെ പുച്ഛിച്ചു തള്ളിയാൽ ശിക്ഷ കഠോരമായിരിക്കും, വലിയ അപകടമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. അത് ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിയുക. യേശുക്രിസ്തു എന്ന് പറയുക ജീവിക്കുന്ന ദൈവമാണ്. പിതാവായ ദൈവത്തിന്റെ പദ്ധതിയെ പൂർത്തിയാക്കി ഒരൽപ്പം രക്തം ചിന്തി മാനവരാശിയെ നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കടന്നു വന്ന സർവശക്തനായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് തിരിച്ചറിയണം. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പാപം മാറ്റണമെങ്കിൽ രക്തം ചിന്തണം. നഷ്ടപ്പെട്ടത് ദൈവിക ജീവൻ. ദൈവത്തിന് രക്തമില്ല. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം മനുഷ്യനായി പിറന്ന് മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി രക്തം ചിന്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതം എടുത്താൽ, നിങ്ങൾ ഉൽപ്പത്തിയിലേക്ക് പോയാൽ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യന്റെ പതനം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആദ്യത്തെ മാതാപിതാക്കളായ ആദത്തിന് ദൈവം കൊടുത്ത തക്കതായ ഒരു ഇണ അല്ലെങ്കിൽ ഒരു തുണ, ആ തുണയായ സ്ത്രീയെ സാത്താൻ കബളിപ്പിക്കുകയും സാത്താൻ പറ്റിക്കുകയും ഈ വിലക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം ആദത്തോട് പറഞ്ഞു ഈ തോട്ടത്തിന്റെ നടുവിലെ 2 വൃക്ഷങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ഈ ഒരു നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും പറിച്ച് തിന്നരുത് എന്ന് പഠിപ്പിച്ചു. എന്നാൽ സാത്താൻ പാമ്പിനെ പൊസസ് ചെയ്ത് ഈ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കില്ല, പകരം നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അന്ന് തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ ദൈവത്തെ പോലെ ആകാനുള്ള പരിശ്രമത്തിന്റെ ഒരു ഫലമായി കടന്നു പോവുകയാണ്. അതിന്റെ ഫലമായി ഇത് കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഇത് കഴിക്കുന്ന സമയം അവർ നഗ്നരാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഈ നഗ്നത മനസ്സിലാക്കിയപ്പോ അതുവരെ അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. പാപം കടന്നു വരികയും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അവരുടെ ആത്മീയമായ കണ്ണ് അടയുകയും, അതുവരെ തുറന്നിരുന്ന ആത്മീയമായ കണ്ണ് അടയുകയും
അവരുടെ ഭൗതികമായ കണ്ണ് തുറക്കുകയും ചെയ്തപ്പോൾ അവര് നഗ്നരാണെന്ന് തിരിച്ചറിയുകയാണ്. ഈ നഗ്നത മാറ്റുവാൻ അവരെന്ത് ചെയ്തു? അത്തിയിലകൾ കൊണ്ട് നാണം മറയ്ക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത്തിയിലകൾ കൊണ്ട് നാണം മറയ്ക്കുവാൻ ശ്രമിച്ച് ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന ആദമേ നീ എവിടെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ, ഞാൻ ഈ മരത്തിന്റെ പിറകിൽ ഒളിച്ചു നിൽക്കുകയാണ്, ഞാൻ നഗ്നനാണ് എന്ന് ദൈവത്തോട് പറയുകയാണ്. എന്നാൽ ഈ അത്തിയിലകൾ കൊണ്ട് നാണം മറച്ച ആദത്തിന്റെ നഗ്നത ദൈവത്തിന്റെ മുമ്പിൽ മറയ്ക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പലതും അത്തിയിലകൾ കൊണ്ട് മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഒരു നീതിമാനായി അഭിനയിക്കുക. നമ്മൾ പലരുടെയും മുമ്പില് നീതിമാനായി അഭിനയിക്കുമ്പോൾ നമ്മുടെ പുറകിലുള്ള ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാതെ അത്തിയിലകൾ കൊണ്ട് നാണം മറയ്ക്കുകയാണ്. പക്ഷെ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. നീ ചെയ്തത് മുഴുവൻ അനാവൃതമാകുന്ന ഒരു ദിവസമുണ്ട്, നീ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നോർത്തുകൊള്ളുക. എബ്രായ ലേഖനം 4:13 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സൃഷ്ടിയും ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇവിടെ ആദം അത്തിയിലകൾ കൊണ്ട് നാണം മറയ്ക്കുവാൻ ശ്രമിച്ചിട്ടും ദൈവത്തിന്റെ മുമ്പിൽ നാണം മറയ്ക്കുവാൻ സാധിക്കാതെ കടന്നുപോയി. ഈ സമയം ദൈവം ചോദിച്ചു, നീ ആ വിലക്കപ്പെട്ട അല്ലെങ്കിൽ ഞാൻ നിന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞ ആ ഫലം അല്ലെങ്കിൽ ആ കനി നീ കഴിച്ചോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ആദം മറുപടി പറഞ്ഞത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11, 12, 13 ഒക്കെ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്കത് തന്നു, അത് തന്നതുകൊണ്ട് ഞാനത് തിന്നു. സ്ത്രീ എനിക്ക് തന്നതുകൊണ്ട് ഞാനത് തിന്നു എന്ന് ആദം പറയുകയാണ്. സ്ത്രീയോട് ചോദിക്കുമ്പോൾ സ്ത്രീ പറയുകയാണ്, ഞാൻ പാപം, എന്നെ പാമ്പ് ചതിച്ചതാണ്, പാമ്പ് എന്നെ പറ്റിച്ചു, ഞാനത് കഴിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് സോറി പറയുവാൻ ഇവർക്ക് സാധിച്ചില്ല. ഇനി ആ വൃക്ഷത്തിന്റെ അടുത്ത് പോലും ഞങ്ങൾ പോകില്ല ദൈവമേ, അറിവില്ലാതെ പറ്റിപ്പോയി, മാപ്പാക്കണമെന്ന് പറയുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അവരുടെ ഉള്ളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമായപ്പോൾ ദൈവത്തോട് ആദം പറയുകയാണ്, ആദം ദൈവത്തെ കുറ്റക്കാരനാക്കി മാറ്റുകയാണ്. കാരണം എന്താണ്? നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ എന്താ പറയുക, ഒന്ന് എളിമപ്പെടാതെ തന്റെ ഈഗോയിൽ അങ്ങ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണ്. സ്ത്രീ എന്താ പറയുന്നത്? എന്നെ പാമ്പ് ചതിച്ചു, ഞാൻ പാവം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓർത്തുകൊള്ളുക, ഈ സമയം ദൈവം പാപം ചെയ്ത ആദത്തോടും ഹവ്വയോടും സംസാരിക്കുന്നതിന് പകരം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പാമ്പിനോട് സംസാരിക്കുകയാണ്. പാമ്പിനോട് എന്താണ് പറഞ്ഞത്? നീ ഇത് ചെയ്തതുകൊണ്ട് സകല കന്നുകാലികളുടെയും നടുവിൽ നീ ശപിക്കപ്പെട്ടതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. പിന്നീട് പറഞ്ഞു, നീ പൊടി തിന്നും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉൽപ്പത്തി 1:26-27 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. സകല അധികാരങ്ങളും ദൈവം മനുഷ്യന് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ മുകളിൽ ആകാശത്ത്, താഴെ ഭൂമിയില്, വെള്ളത്തില് കംപ്ലീറ്റ് എല്ലാ മൃഗങ്ങളും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും ആദത്തെ അനുസരിക്കുന്ന വിധത്തില് കംപ്ലീറ്റ് അതോറിറ്റി ദൈവം ആദത്തിന് നൽകുകയായിരുന്നു. എന്നാൽ പാപത്തിലൂടെ ഈ അധികാരം മുഴുവൻ കൈമാറ്റം ചെയ്യപ്പെട്ട് അത് മുഴുവൻ സാത്താന് കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോ ദൈവം സാത്താനോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് കന്നുകാലികളുടെ നടുവില്, സകല കന്നുകാലികളുടെ നടുവിൽ നീ ശപിക്കപ്പെട്ടവനായി തീരും. നീ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കും, നീ പൊടി തിന്നും. 2 കാര്യങ്ങൾ, 1 ഇഴഞ്ഞു നടക്കും, 2 പൊടി തിന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, പാമ്പ് ഇഴഞ്ഞാണ് നടക്കുക. എന്നാൽ ഇവിടെ ദൈവം ഈ 2 കാര്യങ്ങൾ പാമ്പിനെ നോക്കി പറയുമ്പോ, അല്ലെങ്കിൽ സാത്താനെ നോക്കി പറയുമ്പോ, സാത്താനോട് പറയുകയാണ്,
ഇത് കംപ്ലീറ്റ്ലി അധികാരം കൈമാറ്റം ചെയ്തതുകൊണ്ട് ഇന്നു തൊട്ട് ഈ ഗ്ലോബിന്റെ മേൽ, ഈ ലോകത്തിന്റെ മേൽ നീ ഇഴഞ്ഞു നടക്കും എന്ന് പറഞ്ഞാൽ നീയാണ് ഇനി ഇതിന്റെ അധികാരി. ഇന്ന് കംപ്ലീറ്റ് വേൾഡിനെ, ഈ ലോകത്തെ, ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച ദൈവമാണെങ്കിലും ഇന്ന് ഇതിന്റെ അധികാരം മുഴുവൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ സൈറ്റനാണ്. എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് എന്താ പറയാ, പൊളിറ്റിക്സ് എടുക്കാം, മീഡിയ എടുക്കാം, മ്യൂസിക് എടുക്കാം, സിനിമ എടുക്കാം, എല്ലാം ഇന്ന് കൺട്രോൾ ചെയ്യുന്നത് നെഗറ്റീവ് സ്പിരിറ്റ് ആണ്, സൈറ്റനാണ്. അതിനുശേഷം വീണ്ടും പറഞ്ഞു, നീ പൊടി തിന്നും. പൊടി എന്ന് വെച്ചാൽ എന്താണ്? പാമ്പ് മനുഷ്യനെ തിന്നുന്ന പാമ്പുണ്ട്, അല്ലെങ്കിൽ തവളയെ തിന്നുന്ന പാമ്പുണ്ട്. പല രീതിയിൽ നമ്മൾ ഇതിനെ നോക്കാം. പക്ഷെ ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ എന്താ പറയാ വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ആദ്യം ഉൽപ്പത്തി 1:26 ആത്മാവായ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയാണ്. പിന്നീട് ഉൽപ്പത്തി 2:7 വരുമ്പോ ദൈവം സകലതും ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പം സ്വന്തം കരവിരുത് കൊണ്ട് മണ്ണ് കുഴച്ച് എന്താ പറയുന്ന ഒരു മനുഷ്യ ശരീരം സൃഷ്ടിക്കുകയും ആ മനുഷ്യ ശരീരത്തിലേക്ക്, ആ നാസാരന്ധ്രത്തിലേക്ക് ജീവശ്വാസത്തെ ഊതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആത്മാവിന്റെ ആ ഒരു ജീവൻ മനുഷ്യന് ലഭിക്കുകയും മനുഷ്യൻ അങ്ങനെ ആത്മാവകത്തു വരുമ്പോൾ ജീവനുള്ളവനായി മാറുകയും ചെയ്തു. എന്നാൽ ആ ജീവനുള്ളവനായി മാറിയ ദൈവം ആത്മാവ് നഷ്ടമായപ്പോ വെറും മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ശരീരം മാത്രമായി മാറി. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ശരീരം മണ്ണ് ആയതുകൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു, പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് കടന്നു പോകുമെന്ന് പറഞ്ഞ് അതേ ദൈവം സാത്താനോട് പറഞ്ഞു, നീ പൊടി തിന്നും. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ മനുഷ്യനെ തിന്നുവാൻ സാത്താന് അധികാരം ലഭിക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുക? 3:15 എടുത്തു കഴിഞ്ഞാൽ മംഗളവാർത്ത, ഹല്ലേലൂയ. സഭ വചനപ്പിന്റെ ആ ഒരു തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, യഥാർത്ഥത്തിൽ മംഗളവാർത്ത എന്ന് പറയുക ഉൽപ്പത്തി പുസ്തകം 3:15 സംഭവിക്കുക. പരിശുദ്ധ മറിയത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള ആദ്യത്തെ പ്രവചനം ഈ ലോക ചരിത്രത്തിൽ കടന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 എന്താണ് ദൈവം പറയുക? സ്ത്രീയും നീയും തമ്മിലും അവന്റെ സന്തതിയും എന്താ പറയുക, സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് പാമ്പിനോട്, സാത്താനോട് പറയുകയാണ്. സ്ത്രീയുടെ സന്തതി കടന്നു വരും, സ്ത്രീയുടെ സന്തതിയായി കടന്നു വരുന്നവനും സാത്താന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ സന്തതിയുമായി ഞാൻ ശത്രുത ഉളവാക്കും. അവന്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും, അവന്റെ തല നീ തകർക്കുമെന്ന് ഉൽപ്പത്തി 3:15 പ്രവചനം കടന്നു വന്നു. അതിനുശേഷം സ്ത്രീയെ നോക്കി പറഞ്ഞു, സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടുകൂടി പ്രസവിക്കും. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തുകൊള്ളുക, വേദനയോടുകൂടി പ്രസവിക്കുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീ ചിന്തിക്കുകയാണ്, എന്റെ പിതാക്കന്മാർ എപ്പോഴോ എന്റെ ദൈവത്തെ തള്ളി മാറ്റി. പിന്നീട് ദൈവം ആദത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ആദത്തോട് പറഞ്ഞു, നീ നിന്റെ ആയുസ്സില് എന്താ പറയുക, നിന്റെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണം കഴിക്കും, നീ കഷ്ടപ്പെട്ട് നിന്റെ വിയർപ്പ് കൊണ്ട്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഭൂമിയെ നോക്കി ഭൂമിയോട് പറഞ്ഞു, മുള്ളും മുൾച്ചെടിയും മുളപ്പിക്കും. ഹല്ലേലൂയ. പിന്നീട് ദൈവം എന്താണ് ചെയ്തതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3:21 ഒരു മൃഗത്തെ കൊന്ന്, അത്തീലകൾക്ക് പകരമായി ഒരു മൃഗത്തെ കൊന്ന് ഒരു മൃഗത്തിന്റെ രക്തമൊലിക്കുന്ന തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തിനും ഹവ്വയ്ക്കും കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തീലകൾ കൊണ്ട് പാപം മറയ്ക്കുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഒരു മൃഗത്തെ കൊല്ലുകയാണ്. ആ മൃഗത്തെ കൊന്ന് ആ മൃഗത്തിന്റെ രക്തമൊലിക്കുന്ന തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തിനും ഹവ്വയ്ക്കും നൽകുകയാണ്. പിന്നീട് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നതും ജീവവൃക്ഷത്തിന് പിന്നീട് എന്ത് ചെയ്തു? ഒരു വേലി കെട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതായും നമുക്ക് കാണുവാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇവര് ചെയ്ത തെറ്റെന്താണ്?
ദൈവം വിലക്കിയ കനി കഴിച്ചതാണോ? ഒരു കാര്യം തിരിച്ചറിയുക, 2 വൃക്ഷങ്ങളെ ദൈവം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒന്ന് ജീവന്റെ വൃക്ഷവും, ഒന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയിച്ചു തരേണ്ടത് ദൈവമായതുകൊണ്ട് ദൈവം പറഞ്ഞു, അത് കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ മറ്റൊരു വൃക്ഷത്തെ ദൈവം പരിചയപ്പെടുത്തി കൊടുത്തു, ജീവന്റെ വൃക്ഷം. ഹല്ലേലൂയ. ജീവന്റെ വൃക്ഷമെന്ന് പറയുക, ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമെന്ന് പറയുക ജീവനാണ്, നിത്യ ജീവനാണ്. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനാണ്, നശിപ്പിക്കുവാനാണ്, കൊല്ലുവാനാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും. ജീവന്റെ സമൃദ്ധിയുമായി വന്ന യേശുക്രിസ്തുവായിരുന്നു ജീവ വൃക്ഷമെന്ന് പറയുക. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തി പുസ്തകം ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മറ്റാരുമായിരുന്നില്ല, നസ്രായനായ യേശുക്രിസ്തുവാണ്. എന്നാൽ ആദത്തിന് ദൈവം കൂട്ടുകൊടുത്ത സ്ത്രീയും ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും പറിച്ചു തിന്നില്ല. പകരം അവർ നന്മയും തിന്മയും ആകുന്ന അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും പറിച്ചു തിന്നുകയും അവര് പിന്നീട് അവരുടെ സ്വന്തം ബുദ്ധികൾ കൊണ്ടാണ് പിന്നീട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. ദൈവം എന്താണ് ആഗ്രഹിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവുമായി എപ്പോഴും നിരന്തരം സമ്പർക്കം ചെയ്ത് ദൈവം പറഞ്ഞു കൊടുക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തു, ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അവസരം കൊടുത്തു. കാരണം ദൈവത്തിന്റെ പൂർവ്വജ്ഞാനത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ പാപം ചെയ്യുകയും തന്റെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം സാധ്യമാകുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ അനാദികാലം മുതലേയുള്ള പദ്ധതി ആയിരുന്നതുകൊണ്ട് ദൈവം ഇതെല്ലാം അനുവദിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ 3:21 ഒരു മൃഗത്തെ കൊല്ലുകയും ആ മൃഗത്തിന്റെ രക്തമൊലിക്കുന്ന തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് മുന്നോട്ട് കടന്നു പോയാൽ 22-ാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ ഏകജാതനായ ഇസഹാക്ക്, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ ബലി കൊടുക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. 75-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ നിനക്ക് നൽകുമെന്നുള്ള പ്രവചനം കടന്നു വന്ന് 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് കടന്നു വരികയും ആ ഏകജാതനായ ഇസഹാക്കിനെ ബലി കൊടുക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയും ചെയ്തപ്പോ അബ്രഹാം ഒരു മടിയും കൂടാതെ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുകയാണ്. കാരണം മകനെ, ഏകജാതനായ തന്റെ അവകാശിയായ തന്റെ തലമുറകളെ മുന്നോട്ട് നയിക്കേണ്ട ഇസഹാക്കിനെ ബലി കൊടുക്കുവാൻ ദൈവം പറയുമ്പം അത് സാറയോട് പറഞ്ഞില്ല, പരിചാരകരോട് പറഞ്ഞില്ല. കത്തിയും തീയും വിറകും എടുത്തുകൊണ്ട് കഴുതയ്ക്ക് ജീനിയിട്ട് 3 ദിവസത്തെ യാത്രാദൂരം കടന്ന് മോറിയ മലയുടെ അടിവാരത്ത് അബ്രഹാമും ഇസഹാക്കും എത്തുകയാണ്. ഈ സമയം 22:5 തോന്നുന്നു. അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, തന്റെ പരിചാരകരോട് പറഞ്ഞു, ഞാനും മോനും പോയി ദഹനബലി അർപ്പിച്ചിട്ട് തിരികെ വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇസഹാക്കിനെ ദഹനബലി കൊടുക്കുവാനാണ് അബ്രഹാം മോറിയയിലേക്ക് പോവുക. ബലി കൊടുത്ത് കത്തിച്ച് ചാരമാക്കണം. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ചാരത്തിൽ നിന്ന് പോലും എൻ്റെ മകനെ തിരികെ തരുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാകുമെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അബ്രഹാം ചഞ്ചല ചിത്തനായി മോറിയ മലയിലേക്ക് കയറുകയാണ്. മോറിയ മല കയറുന്ന സമയം അബ്രഹാമിനോട് ഇസഹാക്ക് ഒരു ചോദ്യം ചോദിച്ചു. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എന്നാൽ ബലിക്കുള്ള ബലിമൃഗം എവിടെ? ഈ സമയം അബ്രഹാം നെഞ്ചുപൊട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് ദൈവം കരുതിക്കൊള്ളും, നോക്കിക്കൊള്ളും. അങ്ങനെ അബ്രഹാമും ഇസഹാക്കും മോറിയ മല കയറുകയാണ്. ഇസഹാക്കിന്റെ തോളിലേക്ക് വിറക് എടുത്ത് വെച്ചു കൊടുത്തു. കയ്യിൽ തീയും കത്തിയുമായി അബ്രഹാം കൂടെ മോറിയ മല കയറുകയാണ്. മോറിയ മലയുടെ മുകളിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് കല്ലുകൾ പെറുക്കിക്കൂട്ടി. കല്ലുകൾ പെറുക്കിക്കൂട്ടിയതിനു ശേഷം കൊണ്ടുചെന്ന തടിക്കഷ്ണങ്ങള്, വിറക് കഷ്ണങ്ങള് അതിൻ്റെ മേൽ അടുക്കി വെച്ചു. പിന്നീട് ഇസഹാക്കിന്റെ കയ്യും കാലും ബന്ധിച്ച് ബലി കൊടുക്കുവാനായി ഈ വിറകിന്റെ മേൽ
അബ്രഹാം കിടത്തുകയാണ്. പിന്നീട് കത്തിയെടുക്കുന്നു. കത്തി മുകളിലേക്ക് ബലി കൊടുക്കുവാനായി, തന്റെ ഏകജാതനായ ഇസഹാക്കിനെ ബലി കൊടുക്കുവാനായി മടി കാണിക്കാതെ അബ്രഹാം കത്തി ഉയർത്തുന്ന സമയം സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേൾക്കുകയാണ്. അബ്രഹാം, അബ്രഹാം, അരുത്, നിന്റെ ഏകപുത്രനെ പോലും ബലി തരുവാൻ നീ മടി കാണിക്കാഞ്ഞത് കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ സംപ്രീതനായ ദൈവം പറഞ്ഞു, അരുത്. ഇസഹാക്കിന് പകരമായി അവിടെ മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ ഇസഹാക്കിന് പകരമായി ബലി കൊടുക്കുകയാണ്. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ, യാഹ്വേ ഈരെ എന്ന് പേർ വിളിക്കുകയാണ്. കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് അബ്രഹാം അവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്രഹാം ഈ മല കയറുന്ന സമയത്ത്, ഈ കല്ല് പിറക്കി കൂട്ടുന്ന സമയത്ത് അവിടെ മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന കുഞ്ഞാടിനെ കണ്ടില്ല. എന്നാൽ ഇസഹാക്കിനെ ബലി കൊടുക്കുവാനായി കത്തിയെടുക്കുന്ന സമയം അവിടെ എന്ത് സംഭവിച്ചു? അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. ഒരു കുഞ്ഞാട് അവിടെ മുള്ളിൽ ഉടക്കി കിടക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഓർത്തുകൊള്ളുക, ശിരസിൽ മുൾക്കിരീടവുമായി, കയ്യില് തോളില് മരക്കുരിശുമായി കാൽവരിയിലേക്ക് കടന്നു പോകുന്ന യേശുക്രിസ്തു, ഈ ഉൽപ്പത്തി 22 നടന്നത് വരാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ നിഴലായ, അതുമല്ലെങ്കിൽ റിഹേഴ്സലായ ഒരു സംഭവം. പിതാവായ ദൈവം, വിധി നിർണയിക്കുന്നത് പിതാവായ ദൈവം. യേശുക്രിസ്തു കാൽവരിയിലേക്ക് നടക്കുമ്പോൾ നോക്കി നിൽക്കുന്നത് പിതാവായ ദൈവം. ഇസഹാക്ക് കടന്നു പോകുന്ന സമയത്ത്, മോറിയാമല കയറുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? കത്തിയും തീയുമായി അധികാരം അല്ലെങ്കിൽ വിധി നിർണയിക്കുവാൻ പിതാവായ അബ്രഹാം. ഇസഹാക്ക് മോറിയാമല കയറുമ്പോ തോളിൽ വിറക്, ആ വിറകിന് സമാനമായി യേശുക്രിസ്തുവിന്റെ തോളിൽ കുരിശുമരം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തുവിന്റെ നിഴലായി മോറിയാമല കയറിയത് ഇസഹാക്ക്. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു ഗാഗുൽത്തായുടെ നെറുകയിൽ സകല മാനവരാശിയുടെയും പാപമോചനത്തിന് വേണ്ടി കടന്നു പോകുമ്പോ 22-ാം അധ്യായം ഉൽപ്പത്തിയില് ദൈവം ഒരു തീരുമാനമെടുത്തു. ഇസഹാക്ക് മരിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തില് നഷ്ടം വന്നത് എന്താണ്? ദൈവിക ജീവനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആദത്തോട് ദൈവം പറഞ്ഞത് രണ്ടാം അധ്യായത്തിലാണ് ദൈവം പറയുന്നുണ്ട്, നീ ഇത് തിന്നുന്ന നാളിൽ, അതായത് വിലക്കപ്പെട്ട ആ കനി കഴിക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അത് കഴിച്ച സമയത്ത് അവർക്ക് ശാരീരികമായ മരണം ഉണ്ടായില്ല, അവർക്ക് ആത്മീകമായ മരണമാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മെഴുകുതിരിക്ക്, ആ മെഴുകുതിരിയുടെ മുകളിൽ ഒരു നമ്മളത് കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരി ആത്മാവും ആ മെഴുകുതിരിയുടെ ആ തീനാളം എന്ന് പറയുക ജീവനുമാണെന്ന് നിങ്ങൾ കരുതിയാൽ ഈ തീനാളം അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇനി ആ ജീവൻ ആത്മാവിൽ തിരികെ വരണം. മനുഷ്യന്റെ രക്തത്തിൽ എന്തുണ്ട്? മനുഷ്യന്റെ ജീവൻ മനുഷ്യന്റെ രക്തത്തിലാണ്. എന്നാൽ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് മനുഷ്യന്റെ ജീവനല്ല, ദൈവത്തിന്റെ ജീവനാണ്, ആത്മാവിന്റെ ജീവനാണ്. ഇത് തിരികെ തരണമെങ്കിൽ രക്തം ചിന്തണം. കാരണം രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഇവിടെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ ജീവനാണ്, ദൈവത്തിന്റെ ജീവനാണ്. ഹല്ലേലൂയ. ആത്മാവായ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന്, എന്ന് വെച്ചാൽ മനുഷ്യ രൂപം സ്വീകരിച്ച് ആ 100% മനുഷ്യനായ 100% ദൈവമായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ യേശു രക്തം ചിന്തുമ്പോൾ ആ രക്തത്തിനകത്ത് ദൈവത്തിന്റെ ജീവനുണ്ട്. പാപത്തിന്റെ ശമ്പളമായ മരണം ഒരു മനുഷ്യന്റെ ആത്മാവിനെ മറച്ചപ്പോ, ആ ആത്മാവ് മൃതാവസ്ഥയിലായപ്പോ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലെ ജീവൻ ഒരു വ്യക്തി യേശു എന്റെ ദൈവമാണെന്നും യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഈ വചനമല്ലാതെ മറ്റൊരു സത്യമില്ലെന്നും ഈ വചനം മാംസം ധരിച്ച് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണമല്ലാതെ യേശു ക്രിസ്തുവിന്റെ രക്തമല്ലാതെ എന്റെ പാപമോചനത്തിന് ഈ ലോക ചരിത്രത്തിൽ മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടുകൂടി യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോൾ എന്റെ യേശുവിന്റെ രക്തം എന്നെ സകല പാപത്തിൽ നിന്നും മോചിതനാക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അത് ഏറ്റെടുക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ
യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാന ഏറ്റെടുക്കുമ്പോൾ അവന്റെ ആത്മാവ്, മൃതമായിരിക്കുന്ന ആത്മാവിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിലെ ജീവനേകുകയും മൃതമായിരിക്കുന്ന ആത്മാവിന് ജീവനേകുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ രക്തത്തിൽ അതിന് പരിഹാരമായ ജീവനുണ്ട്. ഒരു ഡെഡ് ബോഡി അവിടെ കിടക്കുമ്പോൾ ആ ഡെഡ് ബോഡിക്ക് നഷ്ടമാകുന്നത് ജീവനാണെങ്കിൽ ആ ജീവൻ തിരികെ വന്നാൽ എന്താ പറയുക, ആ ഡെഡ് ബോഡിക്ക് ജീവനേകും എന്ന് പറയുന്നത് പോലെ ആത്മാവിന് മൃതാവസ്ഥ സംഭവിച്ചിരിക്കുന്നു. മൃതമായിരിക്കുന്ന ആത്മാവിലേക്ക് യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിന് പുതുജീവൻ പ്രാപിക്കും. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുക, യേശുക്രിസ്തുവിന്റെ രക്തത്താലും. ഹല്ലേലൂയ! രക്തവും യേശുവിന്റെ രക്തമാണ് നമുക്ക് വേണ്ടി സംസാരിക്കുക. പഴയ നിയമത്തിൽ പാപപരിഹാരത്തിന് വേണ്ടി ഒരു മൃഗത്തിന്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയതുപോലെ ഇന്ന് യേശുക്രിസ്തുവിന്റെ ശരീരം നമുക്കായി കീറി മാറി. ജെറുസലേം ദേവാലയത്തിന്റെ വിരി കീറി മാറി. അതിവിശുദ്ധ സ്ഥലത്തേക്ക് യേശുക്രിസ്തുവിന്റെ രക്തമായി നമുക്ക് കടന്നു പോകുവാൻ മനോധൈര്യം ഉണ്ട് എന്ന് വചനം വ്യക്തമാക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് പാറകൾ പിളർന്നു, ഭൂമി കുലുക്കമുണ്ടായി. ഈ പാറകൾ പിളരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ പിളർന്ന പാറയിലൂടെ യേശുവിന്റെ രക്തം ഒഴുകി ഒഴുകി താഴേക്ക് ഇറങ്ങിയതായി വചനം വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ! മോറിയ മലയും ഗാഗുൽത്ത മലയും ഏദൻ തോട്ടവും ഒക്കെ ഒരേ ഒരു പ്ലേസ് ആണെന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ്. ആദത്തെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ഗാഗുൽത്തായുടെ താഴവശത്ത് യേശുക്രിസ്തുവിന്റെ കുരിശു നാട്ടിയിരിക്കുന്ന ഈ ഗാഗുൽത്ത മലയില് യേശുക്രിസ്തുവിന്റെ രക്തം എന്താ പറയുന്നത്, താഴെ പതിക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നുണ്ടെങ്കിൽ, പാറ പിളരുന്നുണ്ടെങ്കിൽ, ഈ പിളർന്ന പാറയുടെ വിടവിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തം ഒഴുകി 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 ആദത്തിന്റെ തലയൂട്ടിയിൽ പതിച്ചു എന്ന് ചരിത്രം വ്യക്തമാക്കുമ്പോൾ, ആദം തൊട്ട് ഇന്ന് ഈ ലോകത്തിൽ ജനിച്ചു വീണ അല്ലെങ്കിൽ ആദത്തിന്റെ അകത്ത് നിലനിന്നിരുന്ന സകല മനുഷ്യരും ആദം പാപം ചെയ്തപ്പോൾ പാപത്തിലൂടെ കടന്നുപോയ സകല മനുഷ്യരുടെ പാപവും എടുത്തു മാറ്റുവാൻ യേശുക്രിസ്തുവിന്റെ രക്തം പര്യാപ്തമാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപത്തെ എടുത്തു മാറ്റി നിത്യ ജീവനിലേക്ക് ഈ വ്യക്തിയെ ചേർത്ത് പിടിക്കുവാനാണ് സ്വർഗം തുറന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്ത് ഹല്ലേലൂയ കുടുംബവും അതുപോലെ തന്നെ സഭയും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രണ്ട് സഭയ്ക്കും കുടുംബത്തിനുമെതിരെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിന്റെ കുരിശുമരണത്തിൽ ആശ്രയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം കൊണ്ടുവന്നു എന്ത്? മരണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം ജീവൻ കൊണ്ടുവന്നു. പാപത്തിന്റെ ഫലമായി മാനവരാശിക്ക് നഷ്ടമായ ദൈവത്തിന്റെ ജീവൻ യേശുക്രിസ്തുവിന്റെ രക്തം തിരികെ തരികയാണ്. അത് ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:29 ഇങ്ങനെ പറയുക, ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് വചനം വ്യക്തമാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായി മാറും. പുച്ഛിച്ച് തള്ളിയാൽ അത് നിത്യമായ ഒരു നാശത്തിലേക്ക് കടന്നു പോകുമെന്ന് തിരിച്ചറിയുക. ഇന്ന് യേശുക്രിസ്തുവിനെ അറിയാതെ, കുരിശുമരണത്തിന്റെ വിലയറിയാതെ എന്താ പറയുന്നത്, കടന്നു പോകുന്ന ഒത്തിരിയേറെ ജനവിഭാഗം ഇന്ന് ഈ ലോക ചരിത്രത്തിലുണ്ട്. അവരുടെ നടുവിൽ ഈ സത്യം വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഉടമ്പടി എന്ന് പറയുക യേശുക്രിസ്തുവിന്റെ രക്തവുമായി അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ സമയം നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങളെ വഴിതെറ്റിക്കുവാൻ പല വിധത്തിലും അന്ധകാരത്തിന്റെ ശക്തികള് ഈ ലോകത്ത് ഇന്ന് കടന്നു വരുന്നുണ്ട്. ഈ വചനം നിങ്ങൾ തിരിച്ചറിയുക. നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ ദൈവം എല്ലാ നന്മകൾ കൊണ്ടും നിങ്ങളെ ധന്യരാക്കട്ടെ എന്ന് എബ്രായ ലേഖകൻ വ്യക്തമാക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഹിതം
ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന് അഭികാമ്യമായത് നിറവേറ്റുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നാണ് ദൈവം വ്യക്തമാക്കുക. അതുകൊണ്ട് ആ ദൈവത്തിന്, യേശുക്രിസ്തുവിന് എല്ലാ മഹത്വവും കൊടുക്കുന്നവരായി നമ്മൾ മാറണം. കാരണം എല്ലാ നന്മകൾ കൊണ്ടും ദൈവം നമ്മളെ ധന്യരാക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാ നന്മകൾ കൊണ്ടും ധന്യമായ ഒരു ജീവിതം ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. അത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എല്ലാ നന്മകളെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, സൗഖ്യം, യേശുവിന്റെ രക്തം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുറിവ്. നിങ്ങൾ ഓർക്കുക, യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ യേശുക്രിസ്തു മരിച്ചോ എന്നറിയുവാൻ കുന്തം കൊണ്ട് പടയാളി അവന്റെ നെഞ്ചിൽ കുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഒരു ഡെഡ് ബോഡി സ്റ്റിഫായി കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിയിൽ നിന്നും പിന്നെ അല്ലെങ്കിൽ ഒന്നും തന്നെ പുറത്തു വരത്തില്ല. യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞിരുന്നു. യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ മാത്രമാണ് മരണമുണ്ടായത്. കാരണം ഈ ശരീരം ധരിച്ച് സ്വർഗം തുറന്നിറങ്ങി വന്നവൻ ഒരു മനുഷ്യന് വേണ്ടി മനുഷ്യ ശരീരം സ്വീകരിച്ചു. ആത്മാവല്ല, ശരീരം മാത്രമാണ് മരണത്തിലേക്ക് കടന്നുപോയത്. ആ ശരീരത്തിൽ കുന്തം കൊണ്ട് കുത്തുമ്പോ അവിടെ ഒരു മുറിവുണ്ടായി. ആ മുറിവിൽ നിന്ന് രക്തമൊഴുകി. ആ മുറിവിൽ നിന്ന് രക്തമില്ലാത്തതിന്റെ പേരിൽ രക്തത്തിന്റെ ബേസ് ഫോമായ പ്ലാസ്മ പുറത്തു വന്നു എന്ന് തിരിച്ചറിയുക. വെള്ളം പുറപ്പെട്ടു എന്നാണ് പറയുക. അപ്പം സൗഖ്യം നടക്കുന്നത് എങ്ങനെയാണ്? മുറിവിലാണ് സൗഖ്യം. യേശുക്രിസ്തുവിന്റെ മുറിവിൽ സൗഖ്യം, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ പാപമോചനം, പിന്നീട് വെള്ളമെന്ന് പറയുക പരിശുദ്ധാത്മാവിന്റെ ആഗമനം, സഭയുടെ ഉൽപ്രാവണം, സഭയുടെ ആഗമനം എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാമത്തെ വാക്യം എന്താണ് പറയുക? യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് യെശയ്യാ 53-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു. ഇങ്ങനെ എഴുതി വെച്ചു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിന്റെ ശരീരത്ത് ഏറ്റെടുത്ത ഓരോ ക്ഷതങ്ങളും, അത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം, അവന്റെ ശരീരം മുഴുവൻ അടിച്ചു പൊളിച്ച്, എന്താ പറയുന്നത്, അവന്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായെങ്കിൽ മാംസകഷ്ണങ്ങൾ ചിതറിത്തെറിച്ച്, താടിമീശ വലിച്ചു പറിച്ച്, അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ എന്താ പറയുന്നത്, ശരീരം മുഴുവൻ പ്രഹരമേറ്റ്, അത് മുഴുവൻ നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതി വെക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ മുറിവിൽ സൗഖ്യം ഒളിപ്പിച്ചു വെച്ചു, രക്തത്തിൽ പാപമോചനം, രക്ഷ. ഹല്ലേലൂയ. കുരിശിൽ കിടക്കുന്ന സമയം യോഹന്നാന്റെ സുവിശേഷം 19:34 നിങ്ങൾ വായിക്കണം. അവ കുന്തം കൊണ്ട് കുത്തി. ഹല്ലേലൂയ. ആ മുറിവിൽ നിന്നും ഒഴുകിയ തിരുച്ചോരത്തുള്ളികൾ നമ്മുടെ പാപത്തെ എടുത്തു മാറ്റിയെങ്കിൽ ആ മുറിവ് നമുക്ക് സൗഖ്യം തരും. യെരമ്യാ പ്രവചനം 17:14 പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, അങ്ങ് എനിക്ക് സൗഖ്യം തന്നാൽ എനിക്ക് സൗഖ്യമുണ്ട്, അങ്ങ് എനിക്ക് രക്ഷ തന്നാൽ എനിക്ക് രക്ഷയുണ്ട്. എന്റെ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങാണ്. എന്ന് വെച്ചാൽ രക്ഷയും സൗഖ്യവും ഒരാളിൽ നിന്നാണ് എന്ന് യെരമ്യാ 17:14 നമ്മളെ വ്യക്തമാക്കുമ്പോൾ, ഈ യെശയ്യാ 53:5 നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അവന്റെ ക്ഷതങ്ങളാൽ, എന്താ പറയുന്നത്, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ക്ഷതം സൗഖ്യം തന്നു, അവന്റെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യെരമ്യാ പ്രാർത്ഥിച്ച രക്ഷയും സൗഖ്യവും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെയാണ് നമുക്ക് ലഭ്യമാകുക. അത് 1 പത്രോസ് 2:24 അത് വ്യക്തമാക്കി തരികയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ, അതായത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശുക്രിസ്തു കുരിശിലേറി. അത് നാം പാപത്തിന് വേണ്ടി മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കാനാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ നമ്മൾ ജനിച്ചിട്ടില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്ത ദൈവം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സമയത്തും അവന്റെ ഉള്ളിൽ നമ്മളെ ചേർത്ത് വെച്ചു. എന്നിട്ട് പറയുകയാണ്, അവൻ കുരിശിലേറിയത് നമ്മുടെ പാപങ്ങള് അവന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അത് പാപത്തിൽ നമ്മൾ മരിക്കണം, പിന്നീട് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ നീതിക്കായിട്ട് ഉയർത്തെഴുന്നേൽക്കണം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് എ പാസ്റ്റ് ടെൻസ്, അത് കഴിഞ്ഞു.
അതായത് കാൽഗുൽത്തായിൽ അല്ലെങ്കിൽ കാൽവരിയിൽ യേശുക്രിസ്തു ഏറ്റെടുത്ത കുരിശുമരണം നമ്മൾ ഇന്ന് ഏറ്റുപറഞ്ഞാലും നമുക്ക് അതിലൂടെ സൗഖ്യമുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തിരിച്ചറിയണം, കുരിശുമരണം ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട് 10-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ഒരു വഴിയും ഒരു വാതിലും അത് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത് യേശുക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകം പാപമാകുന്ന പെരുവെള്ളത്തിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചത് ഒരു പെട്ടകത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പെട്ടകത്തിന്റെ വശത്ത് ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിലിലൂടെ അകത്ത് കയറിയവരെല്ലാം രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ ജനമേ, കാൽവരിയില് കുരിശാകുന്ന ഒരു പെട്ടകം സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടെ യേശുക്രിസ്തുവിന്റെ നെഞ്ചില് വശത്ത് ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചു. ആ വാതിലിലൂടെ ആരെങ്കിലും അകത്ത് കയറുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ മുറിവിലൂടെ അകത്തു പ്രവേശിച്ചാൽ നിത്യജീവൻ. പാപത്തിന്റെ അടിമത്വം പേർന്ന ജനമേ, യേശുക്രിസ്തുവിന്റെ നെഞ്ചിലേറ്റെടുത്ത കുരിശ്, നെഞ്ചിലേറ്റെടുത്ത മുറിവ് നിനക്കായി സ്വർഗം ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നോഹയുടെ പെട്ടകത്തിന്റെ വശത്ത് ഒരു വാതിൽ തുറന്ന് നോഹയും നോഹയുടെ മക്കളും അകത്ത് കയറി 8 പേര് രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഓർത്തുകൊള്ളുക, ബാക്കിയുള്ള ജനം മുഴുവൻ പാപമാകുന്ന പെരുവെള്ളത്തിൽ നഷ്ടമായി. നോഹ വിളിച്ചു പറഞ്ഞതാണ്, പെട്ടകം ഉണ്ടാക്കുന്ന കണ്ട് അവരെല്ലാം ചിരിച്ചു. അല്ലെങ്കിൽ മെത്തൂശലെ മരിക്കുന്ന സമയം നോഹ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് പ്രളയം വരുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നോഹ ഇത് പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ പോലും അത് വിശ്വസിച്ചില്ല. പക്ഷേ ഈ പെട്ടകത്തിന്റെ വശത്തെ വാതിലിലൂടെ അകത്ത് കയറിയവരെല്ലാം രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഓർത്തുകൊള്ളുക, കുരിശുമരണത്തിൽ യേശുക്രിസ്തുവിന്റെ നെഞ്ചിലെ മുറിവിലൂടെ അകത്ത് കയറുവാൻ സ്വർഗം നമുക്ക് ഒരു അവസരം തരികയാണ്. ആ മുറിവിലൂടെ അകത്ത് പ്രവേശിച്ചാൽ ദൈവം നമുക്ക് അത്ഭുതകരമായ വിടുതൽ നമുക്ക് തരുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ബൈബിൾ എടുത്താൽ മുഴുവനും കുരിശുമരണത്തിന്റെ നിഴലുകളാണ്. ഹല്ലേലൂയ. പെസഹ ആചരിക്കുവാൻ ശിഷ്യന്മാർ പെസഹ ഭക്ഷിച്ചതിന് ശേഷം പീഡകളുടെ തുടക്കം ആരംഭിക്കുമ്പോൾ വിചാരണയുടെ നടുവില് പ്രധാന പുരോഹിതൻ മേലങ്കി കീറി ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു മരണാർഹനാണെന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ അവരുടെ യേശുക്രിസ്തുവിന്റെ മുഖത്ത് അവർ തുപ്പുന്നുണ്ട്. അവിടെ വെച്ചാണ് പീഡാനുഭവം തുടങ്ങുക. പീലാത്തോസിന്റെ അരമനയിൽ എത്തിക്കുന്നതിന് മുമ്പ് കയ്യാഫാവിന്റെ അരമനയുടെ അടിയിൽ മൃഗങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ഇരുട്ടുമുറിയിൽ യേശുക്രിസ്തുവിനെ വിചാരണയ്ക്ക് മുമ്പ് പൂട്ടിയിട്ടതായി ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. സങ്കീർത്തനം 88-ൽ ദാവീദ് ഇത് വളരെ വ്യക്തമായി എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 88-6 ബൈബിള് പറയുന്നു, അങ്ങ് എന്നെ പാതാളത്തിന്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 88-8 കൂട്ടുകാര് 12 ശിഷ്യന്മാര് ഹല്ലേലൂയ എന്നെ വിട്ടകലുവാൻ അങ്ങ് ഇടയാക്കി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവർക്ക് എന്നെ ഭീഭത്സ വസ്തുവാക്കി, രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങനെ തടവിലാക്കി. സങ്കീർത്തനം 88-9 വാക്യം, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. മൃഗങ്ങളെ പാർപ്പിക്കുന്ന ഒരു ഇരുട്ടുമുറിയില് ഒറ്റയ്ക്ക് യേശുക്രിസ്തുവിനെ ഒരു തടവുകാരനെ പോലെ പാർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുരിശു മരണത്തിലേക്ക് കടന്നു പോകുകയാണ് അടുത്ത ദിവസം. പിന്നീട് രാവിലെ 6 മണിക്ക്, അതായത് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മണിക്ക് പീലാത്തോസിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ കൊണ്ടുവരികയാണ്. പിന്നീട് 7 മണിക്ക് ഹെറോദോസിന്റെ അരമനയില്, 8 മണിക്ക് സെൻഹിദ്രിൻ സംഘം. വിചാരണ നടക്കുന്ന സമയം യേശുക്രിസ്തുവിനോട് പീലാത്തോസ് ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി ചോദിക്കുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തു ഉത്തരമൊന്നും പറഞ്ഞില്ല എന്ന് ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യമേകുവാൻ വന്നതാണ് എന്ന് പറഞ്ഞു. എന്നാൽ പീലാത്തോസ് പിന്നീട് ചോദിച്ചു, എന്താണ് സത്യം? യേശുക്രിസ്തു പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടിയതായി ബൈബിള് വ്യക്തമാക്കുന്നില്ല. അത് പഴയ നിയമം ഏശയ്യാ 53-7 പറയുന്നുണ്ട്, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്താണ്
ഈ വിചാരണ നടക്കുന്ന സമയത്താണ് ബറാബാസിനെ വിട്ടുകൊടുക്കുന്ന ദേശാധിപതി ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുവാൻ പീലാത്തോസ് ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ പീലാത്തോസ് ഒരു കുറ്റവും കണ്ടില്ല. അതുകൊണ്ട് ബറാബാസ് എന്ന തടവുകാരനെ വേണമോ, ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുക്രിസ്തുവിനെ വേണമോ എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ദൈവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ബറാബാസ്. ഇവിടെ ഒരു ചരിത്രപരമായ ഒരു സംഗതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ദൈവം. ഈ ബറാബാസിന്റെ പേര് ബർ അബ്ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബർ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൺ ഓഫ് ഫാദർ എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ബറാബാസിന്റെ മുഴുവൻ പേര് ജീസസ് ബറാബാസ് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബറാബാസിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, ജീസസ് ബറാബാസ്. യഥാർത്ഥ പേര് ജീസസ് ബറാബാസ് ആണെന്നിരിക്കെ പീലാത്തോസ് ബറാബാസിനെ മോചിപ്പിക്കുമ്പോ നിങ്ങൾ ഓർക്കുക, പാപിയാണ്, തടവുകാരനാണ്, കൊലപാതകിയാണ്, പ്രതികൂലങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. അവന് പോലും വേണ്ടി യേശുക്രിസ്തു കുരിശുമരണം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. ബറബ്ബ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഫാദർ എന്നാണ്, അപ്പന്റെ മകൻ. ഹല്ലേലൂയ. ബറാബാസിന് പകരമായി അപ്പന്റെ മകനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നടക്കുകയാണ്. ഹല്ലേലൂയ. 9 മണിക്ക് കാൽവരിയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ 3-ാം മണിക്കൂറിൽ യാത്ര തുടങ്ങുന്നു എന്ന് തിരിച്ചറിയണം. ബൈബിള് അങ്ങനെയാണ് പറയുക. ഹല്ലേലൂയ. ഈ ഒരു സമയം നിങ്ങൾ ഓർക്കണം, പരിഹാസങ്ങളുടെ നടുവില്, പീഡനങ്ങളുടെ നടുവില് കുരിശുമരണം യാഥാർത്ഥ്യമാകുവാൻ പോകുന്ന സമയമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 33-ാമത്തെ വാക്യം, 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ 12 മണി മുതൽ 3 മണി വരെ ഈ ലോകത്ത് അന്ധകാരം കടന്നു വരികയാണ്. ഈ സമയമാണ് യേശുക്രിസ്തു കുരിശിൽ തന്റെ പാപപരിഹാര ബലി പൂർത്തിയാക്കുന്നത്. സാത്താനുമായുള്ള ഡീല് ക്ലോസ് ചെയ്യുന്ന സമയം. ഈ സമയമാണ് യേശുക്രിസ്തു പറയുന്നത്, കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി എന്ന് ദൈവത്തിന്റെ എന്താ പറയുക, യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പറയുന്നതായി ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ഓർക്കുക, യേശുക്രിസ്തു കുരിശിൽ ഏറുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ ലോകത്ത് വെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ അന്ധകാരം കടന്നു വന്നു. സൂര്യൻ അസ്തമിച്ചു. അന്ധകാരം കഴിഞ്ഞ് യേശു 9-ാമത്തെ മണിക്കൂറിൽ നിലവിളിക്കുകയാണ്, എൽ എൽ ലമ്മ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അന്ധകാരത്തിന് ശേഷം, യേശുക്രിസ്തുവിന്റെ നിലവിളിക്ക് ശേഷം അവിടെ ഒരു വെളിച്ചം കടന്നു വരികയാണ്. ലോകത്തിൽ ഒരു ആത്മീയമായ വെളിച്ചം കടന്നു വന്നു. ലോകത്തിന്റെ എന്താ പറയുന്നത്, സ്ഥിതിഗതികള് മാറുകയാണ്. പുതിയ ഒരു ആത്മീയമായ ഉണർവ് കടന്നു വരികയാണ്. നീർപ്പഞ്ഞിയിലെ വിനാഗിരി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 19:30 വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഹല്ലേലൂയ. ഇത് തന്നെയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ആകാശം, ഭൂമി, അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ബൈബിള് പറയുകയാണ്, ദൈവം തന്റെ ജോലി 7-ാമത്തെ ദിവസം പൂർത്തിയാക്കി. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ച്, സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ച് 7-ാമത്തെ ദിവസത്തിലേക്ക്, നിത്യ ജീവനിലേക്ക് ദൈവം കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു ദൈവം പറയുകയാണ്, എല്ലാം പൂർത്തിയായി. ഇത് തന്നെ കാൽവരിയില് കുരിശു മരണം കഴിഞ്ഞ് യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, എല്ലാം പൂർത്തിയായി. എന്ന് വെച്ചാൽ ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതും, കാൽവരിയില് യേശുക്രിസ്തു വിളിച്ചു പറയുന്നു എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ, അതിന്റെ അകത്തു നടന്ന ആത്മീയ അനുഗ്രഹങ്ങളിലൂടെ ഈ ലോക ചരിത്രത്തിന്റെ ഭാഗധേയത്തെ ദൈവം മാറ്റി മറിക്കുകയാണ്. ഈ അനുഗ്രഹം ഒരു മനുഷ്യന്റെ ആത്മീകവും മാനസികവും ശാരീരികവുമായ തലങ്ങളിലേക്ക് കടന്നു വരികയും അനുഗ്രഹത്തെ
നൽകുകയുമാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമെന്ന് പറയുക, അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആത്മശരീര മാനസങ്ങളിലേക്ക് അനുഗ്രഹം കടന്നു വരിക. അതും ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ അകത്തു നടന്ന ആത്മീയ ശക്തിയിലൂടെ മാത്രമാണ് അനുഗ്രഹം കടന്നു വരിക. ഏതെങ്കിലും പുഴയിലോ ഏതെങ്കിലും നദിയിൽ പോയി കുളിച്ചാലോ എവിടെയെങ്കിലും പോയി കല്ലെറിഞ്ഞാലോ നിങ്ങളുടെ പാപം മാറത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു താൻ തുടങ്ങി വെച്ച പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു എന്ന് ഉൽപ്പത്തി 2:1-2 വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 19:30 കാണുവാൻ പറ്റും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ഉൽപ്പത്തി 1:3 വെളിച്ചം വന്നത് അന്ധകാരത്തെ മാറ്റുവാനാണെങ്കിൽ, സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസമെന്ന് ഉൽപ്പത്തി 1 പറയുന്നുണ്ടെങ്കിൽ, അന്ധകാരത്തെ എടുത്തു മാറ്റി പ്രകാശം കടന്നു വരുന്നു. പുറപ്പാടിലുണ്ടായ അന്ധകാരം ഇസ്രായേൽ ജനത്തിന്റെ ഭവനത്തില് വെളിച്ചം നിലനിന്നതുപോലെ, പിന്നീട് പെസഹ ആചരിച്ച് അനുഗ്രഹം പ്രാപിച്ച ആ ജനത്തിന്റെ നടുവില് അത്ഭുതം നടന്നതുപോലെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പുതിയ നിയമത്തിൽ കാൽവരിയിലെ ബലി, പിന്നീട് ആ ബലി നടക്കുന്ന സമയം അന്ധകാരത്തിന് ശേഷം വീണ്ടും പ്രകാശം ഉദിക്കുന്നു. ആ പ്രകാശം ഒരു പുതിയ വെളിച്ചം ലോകത്തെ ഇന്ന് പ്രകാശിപ്പിക്കുന്നുണ്ട്. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവർ ഒരു നാളും അന്ധകാരത്തിൽ ആയിരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെയാണ് പിൻപറ്റുന്നതെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, എന്നെ അനുഗമിക്കുന്ന ഒരുവൻ പോലും അന്ധകാരത്തിൽ ആയിരിക്കുകയില്ല. അവന് ജീവന്റെ വെളിച്ചമുണ്ട് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. ജീവന്റെ വെളിച്ചം ഉൽപ്പത്തി 1:4 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നടക്കുന്ന സമയം എല്ലാം പൂർത്തിയായി എന്ന് വെച്ചാൽ ലോകം അവസാനിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി ആശ്രയിക്കാൻ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്, കർത്താവായ യേശുക്രിസ്തു. സങ്കീർത്തനം 23:1 പറയുന്നു, കർത്താവ് എന്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവില്ല. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു എന്നാണ് ദാവീദ് എഴുതി വെച്ചത്. പിന്നീട് പറഞ്ഞു, ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു എന്ന്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്ന ഒരൊറ്റ ഊന്നുവടിയേ ഉള്ളൂ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. അത് നസ്രായനായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ ഒരു കാൽവരിയിലെ കുരിശാണ് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ സകല മഹാമാരിയെയും തകർത്ത്, ഹല്ലേലൂയ, നമുക്കും അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനുമൊക്കെ രക്ഷയേകിയത് എന്ന് തിരിച്ചറിയണം. ഇനി യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഈ കുരിശുമരണത്തിന്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ മുഴുവൻ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണം. കുരിശുമരണം 2025 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞു. അതിനുശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഇനി യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിന്റെ 14, 15, 16, 17 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ആ ഒരു ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തിന്റെ കാഹളധ്വനി കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കണം. കർത്താവ് പോയതുപോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അനുഗ്രഹിക്കേണ്ട നിമിഷത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം നിത്യജീവന്റെ സാക്ഷിയാകുവാൻ, നിത്യജീവന്റെ അവകാശിയാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതിന് യേശുവിന്റെ കുരിശുമരണമല്ലാതെ, പരിശുദ്ധ കുർബാനയല്ലാതെ, നമ്മൾ സ്വീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളല്ലാതെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ വചനമല്ലാതെ മറ്റൊന്നും നമ്മളെ സഹായിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആകാശം മാറിപ്പോകും, ഭൂമി ഇല്ലാതെയാകും, പക്ഷേ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം എന്നും നിലനിൽക്കും. ഈ വചനം മാംസം ധരിച്ചത് യേശുക്രിസ്തുവാണ്. ഈ മാംസം ധരിച്ച യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായത്. മറ്റൊന്നിനും വേണ്ടിയല്ല. നമ്മുടെ പാപത്തെ എടുത്തു മാറ്റുവാൻ, നമ്മുടെ രോഗത്തെ എടുത്തു മാറ്റുവാൻ, നമ്മുടെ വേദനയെ എടുത്തു മാറ്റുവാൻ, ഈ ലോകത്ത് നമ്മൾ കടന്നു വരുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റുവാൻ യേശു കുരിശിൽ മരിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിരവധി ഇൻസിഡന്റുകൾ ദൈവത്തിന്റെ
യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ച് ഇനിയും നമ്മൾ കേൾക്കും, ഇനിയും നമ്മൾ കൂട്ടിമുട്ടും. ദൈവത്തിന്റെ വചനത്തിനായി, ദൈവത്തിന്റെ ആ വലിയ അഭിഷേകത്തിനായി നമുക്ക് ഒരുങ്ങാൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ നോമ്പുകാലം ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തലമുറകളിലേക്ക് യേശുക്രിസ്തുവിന്റെ രക്തം തളിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഈ വചനം കേൾക്കുന്ന, ഈ വചനം ഏറ്റെടുക്കുന്ന സകല മനുഷ്യരുടെ മേലും ക്രിസ്തുവിന്റെ രക്തം അനുഗ്രഹമായി, യേശുവിന്റെ രക്തം തളിച്ച് ഹല്ലേലൂയ ഞങ്ങൾ സംരക്ഷണം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ പൊന്നുതമ്പുരാനെ, ഈ വചനം കേട്ട എല്ലാ മനുഷ്യരുടെയും, എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. യേശുക്രിസ്തുവിന്റെ രക്തം അവരുടെ ഹൃദയങ്ങളിൽ, മനസ്സിൽ, ആത്മാവിൽ തളിച്ച് വീണ്ടും ജനനമേകുന്ന വിധത്തിൽ ഒരു അത്ഭുതകരമായ ദൈവത്തിന്റെ ആ അഭിഷേകം ഇവരുടെ മേൽ ഒഴുകട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. എന്റെ പൊന്നുതമ്പുരാനെ, പരിശുദ്ധ കുർബാന എന്റെ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തമാണെന്നുള്ള ബോധ്യത്തിൽ ഏറ്റെടുക്കുവാൻ എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ എല്ലാ നന്മയ്ക്കും നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.